മദ്യനയ ഇളവിലെ കോഴാരോപണം അന്വേഷിക്കാൻ സർക്കാർ. ശബ്ദ സന്ദേശം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട DGPക്ക് എക്സൈസ് മന്ത്രിയുടെ കത്ത്. പുറത്തുവന്നത് ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്ന സംഘടനാ നേതാവിന്റെ ശബ്ദ സന്ദേശം. ബാർ കോഴ ആരോപണത്തിൽ എക്സൈസ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. പുറത്തുവന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ എന്ന് VD സതീശൻ. 25 കോടി രൂപയുടെ ബാർ കോഴയെന്ന് K സുധാകരൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തൃശൂരിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണു. പുത്തൊഴുക്കിൽ കണ്ണൂർ എയർപോർട്ടിന്റെ ചുറ്റുമതിൽ തകർന്നു. കാസർകോട്ട് മത്സ്യബന്ധന ബോട്ട് ഒഴുകിപ്പോയി. കൊച്ചിയിലെ വെള്ളപ്പൊക്കത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ നടപടിയുമായി ഏലൂർ നഗരസഭ. മാനദണ്ഡങ്ങൾ ലംഘിച്ച കമ്പനികളുടെ പട്ടിക ആവശ്യപ്പെട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിന് നോട്ടീസ്. പെരിയാറിലെ ഓക്സിജൻ അളവ് സാധാരണ നിലയിൽ എത്തിയെന്ന് കുഫോസ് പഠനം. ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിൽ 1-ാം പ്രതിയുടെ വധശിക്ഷ ഒഴിവാക്കി ഹൈക്കോടതി. നിനോ മാത്യുവിന്റെ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു. പ്രതിക്ക് പരോളില്ലാതെ 25 വർഷം കഠിന തടവ്. 2-ാം പ്രതി അനുശാന്തിയുടെ ഇരട്ട ജീവപര്യന്തം ശരിവെച്ചു. കാസർഗോഡ് 10 വയസ്സുകാരെ പീഡിപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ. പിടിയിലായത് ആന്ധ്രയിൽ നിന്ന്. പ്രതി സമീപവാസിയെന്ന് സൂചന.